ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറേ റിക്വസ്റ്റ് പ്രകാരമുള്ളൊരു വീഡിയോ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി നമുക്ക് വീട്ടിൽ തന്നെ കുക്കറിൽ എങ്ങനെ റെഡിയാക്കുക എന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട് ഇവിടെ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് കുറവാണെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയാണ്, ഗരം മസാലപ്പൊടിയാണ്. അതുകൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ വെള്ളം കാണും. വെള്ളം പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഇതുപോലെ ലെഗിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സവാള, തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഞാനിവിടെ 5 സവാളയും എടുക്കുന്നുണ്ട്, അതുപോലെ ഒരു വലിയ തക്കാളിയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പിച്ചാത്തി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കൊത്തി എരിഞ്ഞെടുത്താലും മതിയാവും, അല്ലെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കും. പിന്നെ ഇത് എവിടുന്നാന്ന് വെച്ചാൽ ഇങ്ങനെ വീട്ടിൽ ഒരാൾ കൊണ്ടുവന്ന് അപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇതും പിന്നെ അരിപ്പ, നമ്മളെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അരിപ്പയും ഇതുമൊക്കെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ മേടിച്ചതാണ്. കണ്ടോ, ഇതുപോലെ നല്ലതായിട്ട് കുഞ്ഞായിട്ട് കിട്ടും. കണ്ടോ, ഒരുപാട് പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാൻ ബാക്കിയുള്ള 5 സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. തക്കാളി നമുക്ക് ഇതിൽ വെച്ചിട്ട് ആക്കണമെന്നില്ല കേട്ടോ. ഇതിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ പിച്ചാത്തി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ എന്തായാലും സവാള എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന ഉള്ളി, ഒരു 10-20 ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുവന്ന ഉള്ളി നമുക്ക് ഇതുപോലെ തന്നെ അതിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇതുകൂടി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചുവന്ന ഉള്ളി ഇതുപോലെ തന്നെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചുവന്നുള്ളിയും ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തു. ഇതുകൂടി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ തക്കാളി ഞാൻ ഇതിലിട്ടിട്ടില്ല, ഇതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. ഇനി ഇൻഗ്രീഡിയൻസ് വേണം. ഞാനിപ്പോൾ ഇത് അരിഞ്ഞതൊന്ന് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. കണ്ടോ, ഞാൻ തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ടാണ് അരിഞ്ഞത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ഇനി ഇൻഗ്രീഡിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. കുക്കറിൽ നമ്മൾ സാധാരണ ചിക്കനൊക്കെ റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 എണ്ണം ഗ്രാമ്പു ഇട്ട് കൊടുക്കണം. കണ്ടോ, ഒരു 3-4 എണ്ണം എടുത്താൽ മതിയാവും. ഇത് നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4-5 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് കിടന്ന് മൂത്ത് വരട്ടെ. എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 1-2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള, ഞാൻ 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. ആ 5 സവാളയും നമുക്ക് കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്ന ഉള്ളി ഇതിലേക്ക് ഇടാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ലാസ്റ്റാണ് ചേർക്കുന്നത്, ഇപ്പം ചേർക്കത്തില്ല. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഈ ഒരു കറി വളരെ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഈ ഒരു കറിക്ക്.
ഇനി അടുത്തതായിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടി. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മൾ നേരത്തെ ചിക്കനിലും ചേർത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്തു. അതേ ടേബിൾ സ്പൂണിന് തന്നെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ടേബിൾ സ്പൂണിന് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ വരണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ അരമണിക്കൂറായിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഈ ഒരു സവാളയുടെ ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരല്പം കൂടി ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ 3 വിസിൽ കേട്ടതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇത് തുറക്കാൻ പാടില്ല. 1 മണിക്കൂറാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ ഇത് ഇനി തുറക്കത്തുള്ളൂ. 3 വിസിൽ കേട്ടതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. എന്നതിന് ശേഷമാണ് ഞാൻ ഇത് തുറക്കുന്നത്. നമ്മൾ ഈ സമയം ഇങ്ങനെ കൊടുക്കുന്നത് ആ ആവിയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വേവുകയും ചെയ്യും. നല്ലൊരു മണമാണ്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നിങ്ങൾ ഇതുവരെ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും നമ്മളിത് വേവിച്ചിട്ട്, ഇപ്പോൾ ചിക്കൻ മാത്രമല്ല നമ്മൾ ഏത് ബീഫാണെങ്കിലും ശരി, നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് തുറക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. എല്ലാം കൂടെ കിടന്ന് നല്ല വയഞ്ഞ് നല്ലൊരു മണവുമാണ്. അടുത്തതായിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിലവരൊക്കെ ഇത് പച്ചയ്ക്ക് തന്നെ അങ്ങനെ അങ്ങ് ഇടും കറിയിൽ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിൽ ഇതുപോലെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ കറിക്ക് പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ ഇനി തുടക്കക്കാർക്കും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, കുട്ടികളൊക്കെ കാണില്ലേ, ഇപ്പം മുതിർന്ന് അപ്പം ചെയ്ത് വരുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് കരുതുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി വേണമെന്ന്. എനിക്ക് തോന്നുന്നു തുടക്കക്കാരായിരിക്കും, അവർക്കായിരിക്കും ഇതൊന്നും കൂടുതലായിട്ട് അറിവില്ലാത്തത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചു. ഒരു കളർ ഡിഫറൻസ് വന്നു കണ്ടോ. ആ ഒരു പൊടി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു കളർ വ്യത്യാസം കണ്ടോ, നല്ലൊരു കളറുമാണ്. അതുപോലെ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ പൊടികളൊക്കെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഒരുപാടൊന്നും വറ്റണ്ട കേട്ടോ, നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ചിലവർക്ക് നല്ല പറ്റിച്ചെടുക്കുന്ന കറിയായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇതെന്നാൽ ഒരുപാട് വറ്റിച്ചെടുത്തിട്ടുമില്ല, എന്നാലും ഒരുപാട് ലൂസ് ആയിട്ടുമില്ല കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ശരിക്കും നല്ല മണമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ചോദിച്ച കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.